അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി പരിശുദ്ധ ഖുർആൻ അർത്ഥവും ആശയവും ചർച്ച ചെയ്ത് പഠിക്കുന്ന ഒരു സദസ്സിലും സന്ദർഭത്തിലുമാണ് നാം ഓരോരുത്തരും ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരെന്ന നിലക്ക് ധാരാളം അനുഗ്രഹവും നന്മകളും നമ്മിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും ഇത്തരം ഖുർആൻ പഠനത്തിലൂടെ അള്ളാഹു ആശ്വാസവും റാഹത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയ ആണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിൽ നിന്ന് കഴിഞ്ഞ 8-9 ക്ലാസ്സുകളിലായി 6 ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഏറ്റവും അവസാനമായി വിശദീകരിച്ച 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻ തലമുറകളെ നശിപ്പിച്ചതിനെ സംബന്ധിച്ചും ആ നാട്ടുകാരൊന്നും തലമുറകളൊന്നും വിശ്വസിക്കുകയുണ്ടായില്ല എന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചും പറയുന്ന 6-ാമത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കവിയെന്നും കുറെ സ്വപ്നങ്ങൾ പറയുകയാണ് എന്നും കെട്ടിച്ചമച്ചുണ്ടാക്കി വിളിച്ചു പറയുകയാണ് എന്നും രാക്കഥ പറയുകയാണ് എന്നുമൊക്കെ വിവിധ രൂപത്തിൽ പരിഹസിച്ച ആളുകൾ ഒരു മനുഷ്യനാണല്ലോ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നത്, എന്തുകൊണ്ട് ഞങ്ങളിലേക്ക് ഒരു മലക്ക് വന്നില്ല? ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഇവൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണല്ലോ എന്നൊക്കെ പരിഹസിക്കുകയുണ്ടായി എന്നും. എന്നാൽ അവർക്ക് കാര്യം മനസ്സിലാകാത്തത് കൊണ്ടല്ല, ഇവരെക്കാൾ തെളിവുകൾ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും പലരും വിശ്വസിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഫൽയഅ്തിനാ ബിആയത്തിൻ കമാ ഉർസിലൽ അവ്വലൂൻ, മുൻ സമൂഹങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ വല്ല തെളിവും ഇവൻ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് ലഭിച്ച വടിയെപ്പോലെ, അതുപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് ലഭിച്ച ഒട്ടകത്തെ പോലെ വല്ല ദൃഷ്ടാന്തവും ഇവൻ കൊണ്ടുവരട്ടെ എന്ന് പരിഹസിച്ച് ചോദിച്ചവർക്ക് മറുപടി എന്നോണം അള്ളാഹു പറഞ്ഞതാണ് 6-ാമത്തെ ആയത്തിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ആയത്തിൽ മാ ആമനത്ത് ഖബ്ലഹും മിൻ ഖറിയ അഹ്ലക്നാഹ, നാം മുമ്പ് നശിപ്പിച്ച ഏതേത് നാട്ടുകാരുണ്ടോ അവരൊന്നും വിശ്വസിച്ചിട്ടില്ല. അഫഹും യുഅ്മിനൂൻ, പിന്നെയുണ്ടോ ഇവർ വിശ്വസിക്കുന്നു? ഞാൻ നശിപ്പിച്ച മുൻ തലമുറകൾ, കയ്യൂക്കുള്ള ആരോഗ്യവാന്മാരായ പല തലമുറകളെയും പല രൂപത്തിലും നാം നശിപ്പിച്ചു, അവരൊന്നും വിശ്വസിച്ചിട്ടില്ല, പിന്നെയുണ്ടോ ഇവർ വിശ്വസിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ വിശദീകരിച്ചത്. സഹോദരങ്ങളെ, അള്ളാഹു മനുഷ്യരെ എന്തുകൊണ്ട് പ്രവാചകന്മാരായി അയച്ചു എന്നതാണ് അവരുടെ സംശയമെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം ആണ് 7-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടിയായി പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് 7-ാമത്തെ ആയത്ത് നമുക്ക് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലാ
വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഇൻഷാ അല്ലാഹ് ആദ്യം ഇതിലെ വാക്കുകൾ നോക്കാം, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. അർസല എന്ന് പറഞ്ഞാൽ അയച്ചു എന്നാ. മാ അർസല അയച്ചിട്ടില്ല, മാ അർസൽന നാം അയച്ചിട്ടില്ല, വമാ അർസൽന നാം അയച്ചിട്ടില്ല, ഖബ്ലക നിനക്ക് മുമ്പ്. അല്ലേ, ഇതിന് മുമ്പത്തെ ആയത്തിലും ഖബ്ല എന്ന പദം നമ്മൾ മനസ്സിലാക്കിയതാണ്. മാ ആമനത്ത് ഖബ്ലഹും എന്ന് പറഞ്ഞപ്പോൾ ഖബ്ല എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നും അതിൻ്റെ വിപരീതം ബഅദ ശേഷം. അള്ളാഹു പറയാണ് വമാ അർസൽന നാം അയച്ചിട്ടില്ല ഖബ്ലക താങ്കൾക്ക് മുമ്പ് ഇല്ലാ റിജാലൻ പുരുഷന്മാരെ അല്ലാതെ, നൂഹി ഇലൈഹിം അവർക്ക് നാം ബോധനം നൽകുന്നു. മനുഷ്യരെയാണ് മനുഷ്യരിലേക്ക് നാം പ്രവാചകന്മാരായി അയച്ചിട്ടുള്ളത്. അത് തന്നെ പുരുഷന്മാരെയാണ് നാം അയച്ചിട്ടുള്ളത്. അവർക്ക് നാം വഹ്യ് നൽകിയിട്ടാണ് അവരെ പറഞ്ഞയക്കുക. വമാ അർസൽന ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം, വമാ അർസൽന നാം അയച്ചിട്ടില്ല ഖബ്ലക താങ്കൾക്ക് മുമ്പ് ഇല്ലാ റിജാല പുരുഷന്മാരെ അല്ലാതെ, പ്രവാചകന്മാരായി പുരുഷന്മാരെ അല്ലാതെ നാം അയച്ചിട്ടില്ല. നൂഹി ഇലൈഹിം നാം അവർക്ക് ബോധനം നൽകുകയാണ് ചെയ്യുക. ഫസ്അലു അഹ്ല ദിക്ർ അറിവുള്ളവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുവിൻ, ഇൻ കുൻതും ലാ തഅലമൂൻ നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ. ഇൻഷാ അല്ലാഹ് ഈ ആയത്താണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ആയത്ത് വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് കൂടി അവതരിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൻ്റെ 16-ാം അധ്യായം സൂറത്തു നഹ്ലിലെ 43-ൽ ചെറിയൊരു വാക്ക് അധികമുണ്ട്, മിൻ എന്നൊരു വാക്കുണ്ട്. ഖബ്ലക എന്നതിനു പകരം മിൻ ഖബ്ലിക എന്നാണ്. അള്ളാഹു പറയാണ് സൂറത്തു നഹ്ലിലെ 43-ൽ വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഇൻഷാ അല്ലാഹ് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ അതും പുരുഷന്മാരെ പ്രവാചകന്മാരി ആയി അയക്കാൻ കാരണം എന്നൊക്കെ നമുക്ക് പഠിക്കണം. ഇവിടെ അള്ളാഹു പറയാണ് മനുഷ്യന്മാരായതുകൊണ്ട് അവർ പ്രവാചകന്മാരാകാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ആളുകൾക്ക് മറുപടി എന്നോണം അള്ളാഹു പറയാണ് നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാരും മനുഷ്യന്മാരായിരുന്നല്ലോ, പുരുഷന്മാരായിരുന്നല്ലോ. അവർക്ക് അറിയില്ലെങ്കിൽ അറിയുന്നവരോടൊന്ന് ചോദിച്ചു വരാൻ പറയൂ. ഇതിനു മുമ്പും ഇവിടെ ഇങ്ങനെ തന്നെയായിരുന്നു അല്ലേ? അത് ശരിക്കും നമ്മൾ എല്ലാവരോടും പറയുന്ന ഒരു പ്രയോഗമാണ്. അത് മറ്റുള്ളവർക്കൊരു തെളിവുമാണ്. ഇതിപ്പോൾ ആദ്യമായിട്ട് പറയുന്നല്ല, ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്നേ അല്ലേ നമ്മൾ പറയും. നിനക്ക് മാത്രമൊന്നല്ല, ഇവിടെ കഴിഞ്ഞു പോയ എല്ലാവരോടും നീ ചോദിച്ചു നോക്ക്, ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്നൊക്കെ താക്കീതായിട്ട് നമ്മൾ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു എന്തുകൊണ്ട് ദൂതന്മാരായി മനുഷ്യരിലേക്ക് മനുഷ്യരെ പറഞ്ഞയക്കുന്നു എന്നതിനുള്ള തെളിവുകളും വിവിധ ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തു തഗാബുനിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ് കാനത്ത് ഇതീഹിം റുസുലുഹും ബിൽ ബയ്യിനാത്തി അവരിലേക്ക് വ്യക്തമായ തെളിവുകളോടെ പ്രവാചകന്മാർ വരാറുണ്ടായിരുന്നു. ഫഖാലു അപ്പോഴൊക്കെയും അവർ പറഞ്ഞത് ആ ബശറു യഹ്ദൂനന ഒരു മനുഷ്യനാപ്പോൾ നമുക്ക് വഴി കാണിച്ചു തരിക, മനുഷ്യരായ നമുക്ക് വഴി കാണിച്ചു തരാൻ ഒരു മനുഷ്യനെ തന്നെയാണോ പറഞ്ഞയച്ചത്? എങ്ങനെ വരുമ്പോ ബിൽ ബയ്യിനാത്ത് വ്യക്തമായ കൃത്യമായ തെളിഞ്ഞ തെളിവുകളുമായി അവരിലേക്ക് പ്രവാചകന്മാർ വന്നപ്പോഴും അവർ പറഞ്ഞത് ആ ബശറു യഹ്ദൂനന എന്നാണ് എന്ന് സൂറത്തു തഗാബുനിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണേ യഖൂലു തആല അല്ലാഹ് പറയുന്നത് റാദ്ദൻ അലാ മൻ അൻകറ ബിഅസ്തത്തുർ റുസുലി മിനൽ ബശരി മനുഷ്യരിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ അയക്കുക എന്നത് പരിഹസിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് അല്ലാഹ് പറയുന്നത്. അതായത് ജമീഉർ റുസുലില്ലദീന തഖദ്ദമു കാനൂ റിജാലം മിനൽ ബശരി ഇവർക്ക് മുമ്പ് വന്ന ഏതേത് പ്രവാചകന്മാരെ
ഇത് എത്രാമത്തെ പ്രവാചകനാ? എണ്ണം കൊണ്ട് അറിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, അവസാനത്തെ പ്രവാചകനാ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനൽ ആഖിബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10ലധികം പേരുകളിൽ ഒരു പേരാണ് ആഖിബ്, അവസാനത്തവൻ. എന്താണ് ഒരു പേര്? ആഖിബ് എന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേര്. ഐന് അലിഫ് ഖാഫ് ബാ, ആഖിബ്. ആഖിബത്തുൽ മുത്തഖീൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ വാക്കന്നെ ആഖിബ്, അവസാനത്തവൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഖാതമുൻ നബിയീൻ ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഇനി നബിയില്ല, ഞാൻ പ്രവാചക ശൃംഖലക്ക് സീല് വെച്ചവനാണ്. അവസാനത്തെ പ്രവാചകനെ ഇവരിങ്ങനെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് പറയാണ്, ആദ്യത്തെ പ്രവാചകൻ മുതൽ ഇങ്ങോട്ടെടുത്തോ എല്ലാവരും പുരുഷന്മാരായിരുന്നു. മനസ്സിലാവുണ്ടോ പറയണേ? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്, ലം യക്കുൻ ഫീഹി അഹദും മിനൽ മലായിക, മലക്കുകളെ നാം അയച്ചിട്ടില്ല എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ ഇതിന്റെ വിശദീകരണമായി എടുത്തു കൊടുക്കുമ്പോൾ, സഹോദരങ്ങളെ, സൂറത്ത് യൂസുഫ് 12-ാമത്തെ അധ്യായമാണ്. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 109 അള്ളാഹു പറയാണ്, വമാ അർസൽനാ മിൻ ഖബലിക ഇല്ലാ റിജാലൻ യൂഹാ ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറാ, വിവിധ പട്ടണത്തിൽ നിന്ന് നാം സന്ദേശം നൽകിക്കൊണ്ടിരുന്ന പുരുഷന്മാരെ തന്നെയാണ് നിനക്ക് മുമ്പും നാം പ്രവാചകന്മാരായി പറഞ്ഞയച്ചത്. റസൂലെ, താങ്കൾക്ക് മുമ്പ് പ്രവാചകന്മാരായി വിവിധ പട്ടണങ്ങളിൽ നിന്ന്, വ്യത്യസ്ത നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രവാചകന്മാരെല്ലാം മനുഷ്യന്മാരായിരുന്നു, പുരുഷന്മാരായിരുന്നു എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. മാത്രമല്ല, സൂറത്തുൽ അഹ്ഖാഫിലെ 9-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, കുൽ നബിയെ, അങ്ങ് അവരോട് പറഞ്ഞു കൊടുക്ക്, മാ കുൻതു ബിദ്അൻ മിനർ റുസുലി, ഞാൻ പ്രവാചകന്മാരിൽ പുതുമക്കാരനൊന്നുമല്ല. ഒരു പ്രവാചകൻ എന്താ മനുഷ്യനായി വന്നേ നിങ്ങൾ എന്നോട് ചോദിക്കണില്ലേ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി, ഞാൻ ആദ്യത്തെ ഒരു പ്രവാചകനൊന്നുമല്ല. ഇവിടെ വേറെയും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവരൊക്കെ മനുഷ്യന്മാർ തന്നെയായിരുന്നു എന്ന് പറയാൻ സൂറത്തുൽ അഹ്ഖാഫിലെ 9-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അമാനി മൗലവി റഹിമഹുല്ലാ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മുമ്പ് വഹ്യ് നൽകപ്പെട്ട് ദൂതന്മാരായി നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും മനുഷ്യരായിരുന്നു, ആരും മലക്കുകളായിരുന്നില്ല. മാനവ സമൂഹത്തിലേക്ക് പ്രവാചകന്മാരായി വന്ന എല്ലാവരും മനുഷ്യരായിരുന്നു, മലക്കുകളായിരുന്നില്ല. എല്ലാവരും പുരുഷന്മാരായിരുന്നു, സ്ത്രീകളായിരുന്നില്ല. എന്നിരിക്കെ മനുഷ്യനായതുകൊണ്ട് മാത്രം ഒരു പ്രവാചകനെ അംഗീകരിക്കില്ല എന്ന് എങ്ങനെയാണ് ഇവർ പറയുന്നത്? ഇവിടെ ചില ആളുകളെങ്കിലും എന്താ പ്രവാചകന്മാരായി സ്ത്രീകളെ അള്ളാഹു പറഞ്ഞയക്കാത്തത് എന്ന് ചിന്തിക്കുകയും, ഒരു വേള യുക്തിവാദികൾ എന്നൊക്കെ വീമ്പിളക്കുന്ന ആളുകളൊക്കെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന വിഷയം അവിടെയും സംഭവിച്ചു എന്ന് പറയാറുണ്ട്. എന്നാൽ സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് അങ്ങേയറ്റം മഹത്വം കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള മതമാണ് ഇസ്ലാം. കാരണം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്ന എത്ര അധ്യാപനങ്ങളാണ് വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ പല ആളുകളും വിചാരിച്ചത് ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്താണ്, വീടകങ്ങളിൽ തളച്ചിടുകയാണ്, അവർക്ക് തീരെ സ്വാതന്ത്ര്യം നൽകുന്നില്ല. ഇത് കുറേ പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്നവർ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ പറയുമ്പോൾ ചില മുസ്ലിം സ്ത്രീകൾക്കും തോന്നുകയാണ്, ആ പറഞ്ഞതിൽ കുറച്ചൊക്കെ ഒരു കാര്യമുണ്ട്, അപ്പറഞ്ഞതിൽ കുറച്ചൊക്കെ ഒരു കാര്യമുണ്ട്, എന്തപ്പോൾ ആണുങ്ങൾ പോണ പോലെയാണ് പോകാൻ സമ്മതിക്കാത്തത്, പെണ്ണുങ്ങൾക്ക് കുറച്ചൊരു സ്വാതന്ത്ര്യമില്ലായ്മ ഇവിടെ ഉണ്ട് എന്ന് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചു പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം വരുമ്പോഴുണ്ടായിരുന്ന സ്ത്രീ സമൂഹത്തിന്റെ അവസ്ഥയും ഇസ്ലാം വന്നതിന് ശേഷം സ്ത്രീ സമൂഹത്തിനുണ്ടായ അവസ്ഥയും പഠിച്ചാൽ ഒരാളും ഇസ്ലാമിനെ എതിർക്കൂല. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മതമാണ് ഇസ്ലാം. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കണില്ല. എന്തുകൊണ്ട് പുരുഷന്മാരെ പ്രവാചകന്മാരായി നിയോഗിച്ചു എന്നതിലേക്കുള്ള ഒരു പ്രവേശികയായി കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. സഹോദരങ്ങളെ, പെൺകുഞ്ഞാണ് ജനിച്ചത് എന്നറിഞ്ഞാലേ 2 ഓപ്ഷനാണ് ഓലെ മുന്നിൽ പിന്നുണ്ടായിരുന്നത്. എന്തായിരുന്നു? ഒന്നുകിൽ ഈ അപമാന ഭാരം സഹിച്ച് ഇങ്ങനെ വളർത്തുക, അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുക. മൂന്നാമത് സന്തോഷത്തോടൊരു ജീവിതം പിന്നെ അവരുടെ ജീവിതത്തിലില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2-3 സ്ഥലങ്ങളിൽ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 58-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ,
നല്ല വജൂഹു മുസ്വദ്ദ വഹുവ കലീം വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, അവരിൽ ഒരാൾക്ക് പെൺകുട്ടിയാണ് ഉണ്ടായത് എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ നല്ല വജൂഹു മുസ്വദ്ദ, അവരുടെ മുഖം കറുത്തിരുണ്ടുപോകും. വഹുവ കലീം, കോപാകുലനായി ദേഷ്യം വന്നിട്ട് മുഖം കറുത്തിരുണ്ടുപോകും. അല്ലേ? നമ്മളോട് ഒരാൾക്ക് ഇഷ്ടമുണ്ടാകണ മുഖവും ദേഷ്യം വന്ന മുഖവും വേറെ വേറെ നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം എന്തൊരു കടുന്നൽ കുത്തിയ പോലെ എന്നൊക്കെ പറയും. അല്ലേ? ഒരു ജീവി കുത്തിയിട്ട് വീർത്ത് വന്ന പോലെ എന്നൊക്കെ നമ്മൾ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക, ദേഷ്യത്തോടൊക്കെ നിൽക്കുന്ന ആളുകളോട് പറയും. എന്നാൽ അതേപോലെ ദേഷ്യം കൊണ്ട് കറുത്തിരുണ്ടു പോകുന്ന മുഖഭാവമായിരുന്നു പെൺകുട്ടിയാണ് എൻ്റെ ഭാര്യ പ്രസവിച്ച കുട്ടി എന്ന് അറിഞ്ഞാൽ ജാഹിലിയത്തിലെ മനുഷ്യന്മാർക്കുണ്ടായിരുന്നത്. അടുത്ത ആയത്തിൽ അല്ലാഹ് പറയാണ്, അവർക്ക് സന്തോഷത്തോടെ സ്വീകരിക്കേണ്ട ആ വാർത്ത കിട്ടുമ്പോ അവർ അപമാന ഭാരം കൊണ്ട് ആളുകളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് പുറത്തിറങ്ങാതെ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കലായിരുന്നു അവരുടെ പതിവ്. അവർ ചിന്തിക്കാണ്, ആ യുംസിക്കുഹു അലാഹൂൻ, അപമാനം സഹിച്ച് ഈ കുട്ടിനെ വളർത്തണോ, അം യദുസ്സുഹു ഫിത്തുറാബ്, അതല്ല മണ്ണിൽ ഇവളെ കുഴിച്ചു മൂടണോ. അവസാനം അവർ ഇതിലേക്കാ കുഴിച്ചു മൂടുക എന്നുള്ളിലേക്കാണ്. അള്ളാഹു പറയാ, അലാ സാഅ മാ യഹ്കുമൂൻ, അങ്ങനെ അവരെടുക്കുന്ന തീരുമാനം എത്ര ചീത്ത തീരുമാനമാണ്, എത്ര മോശം തീരുമാനത്തിലേക്ക് എന്നിട്ട് അവരെത്തുന്നത്. അപ്പൊ ഞാൻ പറയണത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീ സമൂഹത്തിന് അങ്ങേയറ്റം ബഹുമാനവും ആദരവും കൊടുത്തിട്ടുണ്ട് എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ ആയത്തൊക്കെ ഹൃദയത്തിലേക്കാണ് അവർക്ക് തറച്ചത്. കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടി താൻ ഏത് കുറ്റത്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് ചോദിക്കും എന്ന ഖുർആനിന്റെ വചനമാണ് കുഴിച്ചു മൂടിയതിൽ പശ്ചാത്താപം ഉണ്ടാവുകയും ജീവിതത്തിൽ പെൺകുട്ടി ജനിക്കൽ സന്തോഷത്തോടെ കാണുന്നവരായി, 2 പെൺകുട്ടികൾ വളർത്തിയാൽ സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായി അവർ മാറുകയും ചെയ്തത് ഖുർആനിന്റെ അധ്യാപനങ്ങൾ അവർ കേട്ടപ്പോഴാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയാണ്, ഇന്നി ഉഹർരിജു ഹഖ്ഖൽ ലഈഫൈനി, ദുർബലരായ 2 വിഭാഗത്തെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം, ഒരു പ്രത്യേക മുൻഗണന നിങ്ങൾ നൽകണം. അൽ യതീം വൽ മർഅ, അനാഥകൾക്കും സ്ത്രീകൾക്കും. സ്ത്രീകൾക്കൊരു പരിഗണന കൊടുക്കണം, അനാഥകൾക്കൊരു പരിഗണന കൊടുക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തു നിസായിലെ 32 അല്ലാഹ് പറഞ്ഞു, ലിർരിജാലി നസീബും മിമ്മക്തസബു വലിന്നിസായി നസീബും മിമ്മക്തസബ്ന, പുരുഷന്മാർക്ക് അവരധ്വാനിച്ചതിന് നേടിയെടുക്കാൻ പറ്റും, സ്ത്രീകൾക്ക് അവരധ്വാനിച്ചതും നേടിയെടുക്കാൻ കഴിയും. അല്ലാതെ സ്ത്രീകളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ, അൽ ബഖറയിലെ 228. സ്ത്രീകൾക്ക് നിങ്ങളോട് ചെയ്തു തീർക്കാൻ കുറെ ബാധ്യതകൾ ഉള്ളതുപോലെ നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട കുറെ അവകാശങ്ങളും അവർക്കുണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും ഒരു ദറജയുണ്ട്. അതാണ് ഇസ്ലാം. നീതിയുടെ മതമായതുകൊണ്ട് അവരുടെ അധ്വാനം, അവന്റെ ചെലവഴിക്കൽ ഒക്കെ ആരുടെ മേൽ ബാധ്യതയാണ്? പുരുഷന്റെ മേലാണ് ബാധ്യത. ആ ഒരു പ്രത്യേകത അവർക്കുണ്ടാകും. റസൂലുള്ള പറയാണ്, ഇന്നമൻ നിസാഉ ശഖാഇഖുർ റിജാൽ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ കൂടപ്പിറപ്പുകളാണ്, പുരുഷന്മാരെ പോലെ തന്നെ കാണേണ്ടവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ രണ്ടും രണ്ടാണ്. ഇത്തരം മതവിധികളിലും ഇങ്ങനത്തെ കാര്യങ്ങളിലും ഒക്കെ പുരുഷനും സ്ത്രീയും ഒരേപോലെ ആണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം തന്നെ ചില വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് ചില അവരുടേതായ ചില കുറവുകളും പോരായ്മകളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇളവുകളും വിധികളുമാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പുരുഷന്മാർക്ക് അവരുടേതായ ചില വിധികളാണ്, തീരുമാനങ്ങളാണ് അറിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ജിഹാദ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ, സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 7-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വമാ അർസൽന ഖബലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം
വമാ അർസൽന നാം അയച്ചിട്ടില്ല ഖബ്ലക താങ്കൾക്ക് മുമ്പ് ഇല്ലാ റിജാല പുരുഷന്മാരെ അല്ലാതെ നൂഹി ഇലൈഹിം അവർക്ക് നാം ബോധനം നൽകുന്നതാണ്. അപ്പൊ ഇവിടെ പുരുഷന്മാർ റിജാല് എന്നാണ് വാക്ക് അല്ലെ, അതിന്റെ ഏകവചനം റജുലുൻ എന്നാണ്. റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ, റിജുലുൻ എന്ന് പറഞ്ഞാൽ കാല്. റജുലുൻ എന്നതിന്റെ ബഹുവചനമാണ് റിജാലുൻ പുരുഷന്മാർ. റിജുലുൻ എന്നതിന്റെ ബഹുവചനം അർജുൽ കാലുകൾ. റജുലുൻ എന്നതിന്റെ മുഅന്നസാണ് മർഅത്തുൻ സ്ത്രീ, അതിന്റെ ബഹുവചനമാണ് നിസാ സ്ത്രീകൾ. മർഅത്തിന്റെ ബഹുവചനമാണ് നിസാ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് ഒരു അവഗണനയാണ് ഇസ്ലാമിൽ ഉള്ളത് എന്ന് പറയുന്നവർക്കുള്ള ഒരു വിശദീകരണം എന്നോണമാണ് ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി എന്നു മാത്രമല്ല, അവരെ പ്രത്യേകം പരിഗണിക്കുകയും അവരുടെ അവകാശങ്ങൾ ഹനിക്കരുത് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അവർ സമ്പാദിച്ചതിൻ്റെ ഓഹരി അവർക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അവർക്ക് ബാധ്യതകൾ മാത്രമല്ല അവകാശങ്ങളുമുണ്ട് എന്ന് പറഞ്ഞു. അവർ പുരുഷന്മാരെ പോലെ തന്നെ അവരുടെ കൂടപ്പിറപ്പുകളാണ് എന്ന് പഠിപ്പിച്ചു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ പുരുഷന്മാർ എന്ന് പറയുന്ന ഒരു അധ്യായമില്ല. എന്നാൽ സ്ത്രീകൾ എന്ന് പറയുന്ന അന്നിസാ, ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാ, നിസാ എന്ന് പറഞ്ഞ് സ്ത്രീകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉലമാക്കൾ പറയും സൂറത്തുൻ നിസാവും സൂറത്തുൻ നൂറും സ്ത്രീകളെല്ലാം പഠിക്കണം. സൂറത്തു തൗബയും സൂറത്തുൽ അൻഫാലും 8ഉം 9ഉം, സൂറത്തുൽ അൻഫാലും സൂറത്തു തൗബയും പുരുഷന്മാരൊക്കെ പഠിക്കണം. സൂറത്തുൽ അഹ്സാബും സൂറത്തുൽ മുഅ്മിനൂനും സൂറത്തുൽ ഹുജറാത്തും എല്ലാവരും പഠിക്കണം. അതിന് പറ്റിയ അദബുകളാണ് അതിലുള്ളത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ധാരാളം മര്യാദകൾ പഠിപ്പിക്കുന്ന ഒരു വലിയ അധ്യായമാണ് സൂറത്തുൻ നിസാ. അതുപോലെ തന്നെ സൂറത്തുൻ നൂറിലും ധാരാളം മതവിധികൾ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഒരു അധ്യായമാണ്. എന്നാൽ സൂറത്തുൽ അൻഫാലിലും സൂറത്തു തൗബയിലും ജിഹാദിൻ്റെയും ഖിതാലിൻ്റെയും യുദ്ധത്തിൻ്റെയും ധർമ്മസമരത്തിൻ്റെയും നിയമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു രാജ്യത്തെ അവസ്ഥയാണ് പറയുന്നത്. ഖുർആൻ എല്ലാ സൂറത്തും എല്ലാവരും പഠിക്കണം. പക്ഷേ അങ്ങനത്തെ ഒരു രാജ്യത്ത് അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയണമെങ്കിൽ സൂറത്തുൽ അൻഫാലും സൂറത്തു തൗബയും പ്രത്യേകം പഠിക്കണം. അതുപോലെ സൂറത്തുൽ മുഅ്മിനൂൻ 23-ാം അധ്യായം, സൂറത്തുൽ അഹ്സാബ് 33-ാം അധ്യായം, സൂറത്തുൽ ഹുജറാത്ത് 49-ാം അധ്യായം, ഇതിലൊക്കെ വിശ്വാസികൾ എന്ന നിലക്ക് ഓരോ പുരുഷനും സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ടുന്ന അദബുകളാണ് പഠിപ്പിക്കുന്നത് എന്ന നിലക്ക് അതും പ്രത്യേകം പഠിക്കേണ്ട അധ്യായമായി പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു സാഹചര്യം ഒത്തുവന്നാൽ ഖിതാൽ നിർബന്ധ ബാധ്യതയാണ്. എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു നിർബന്ധ ബാധ്യത അതിൽ ഇല്ല. എന്തുകൊണ്ട്? അവരുടെ പ്രകൃതം അങ്ങേയറ്റത്തെ സഹിക്കാനുള്ള, ക്ഷമിക്കാനുള്ള കഴിവും, എന്നാൽ പെട്ടെന്നൊരു കാര്യം കാണുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുമാണ് സ്ത്രീകൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്ത്രീകളുള്ള ഒരു വാഹനത്തിൽ ഒരു വ്യക്തി ഒട്ടകത്തെ വേഗത്തിൽ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, ഒന്ന് സാവകാശം കാണിക്ക്. അഞ്ചഷ എന്നാ അദ്ദേഹത്തിൻ്റെ പേര്. സ്പീഡ് കുറക്കൂ അഞ്ചഷ. കാരണം അവർ കവാരീറാണ്, വീണാ പൊട്ടിപ്പോണ പാത്രമാണ്, ഗ്ലാസിൻ്റെ പളുങ്കാണ്, പളുങ്കുപാത്രങ്ങളാണവർ. വീണാൽ പൊട്ടിപ്പോകും എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ആ ഒരു ഇളക്കം മതിയാകും, വീണണ് പോകും. അങ്ങനെ തന്നെയാണ് നമ്മൾ പിടിച്ചിരിക്കണ പോലെ ഓല് ശരിക്കിരിക്കൂല. അത് ഓലെ കുറ്റം കുറവൊന്നും അല്ല പറയണേ, അത് അള്ളാഹു അങ്ങനത്തെ ഒരു പ്രകൃതമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഒരു കാര്യം ഉറപ്പാണ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു വലൈസ ദക്കറു കൽ ഉൻസ, വലൈസ ദക്കറു കൽ ഉൻസ, പുരുഷൻ സ്ത്രീയെ പോലെയല്ല, സ്ത്രീ പുരുഷന്മാരെ പോലെയല്ല. അത് ശാരീരിക ഘടനയിലെ വ്യത്യാസം മാത്രമൊന്നുമല്ല. ശാരീരിക ഘടനയിൽ എത്ര വ്യത്യാസമുണ്ടോ അതിൻ്റെ 10 ഇരട്ടി വ്യത്യാസം മാനസികാവസ്ഥയിലുണ്ട്. മനസ്സിലാവുണ്ടോ? ഒരു കാര്യം ചിന്തിക്കുന്നതിലും ആലോചിക്കുന്നതിലും തീരുമാനമെടുക്കുന്നതിലും സ്ത്രീയും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം പുറത്തേക്ക് നാം കാണുന്ന ശാരീരിക ഘടനയിൽ എത്ര വ്യത്യാസമുണ്ടോ അതിൻ്റെ 10 ഇരട്ടി വ്യത്യാസമുണ്ട്. അപ്പോൾ ശാരീരികാവസ്ഥ മാത്രമല്ല, അവരുടെ മനഃശാസ്ത്രം തന്നെയും വേറെ ആയതുകൊണ്ട്
അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഇളവുകൾ കൊടുത്തു. പുരുഷന്മാരുള്ള സമയത്ത് അവർ ഇമാമ് നിൽക്കാൻ പാടില്ല. ബാങ്ക് വിളി, അതുപോലെ ഇമാമത്ത്, ഇങ്ങനെയുള്ള പള്ളി പരിപാലനം പോലുള്ള കാര്യങ്ങൾ പുരുഷന്മാരാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ളത് യഥാർത്ഥത്തിൽ അവരുടെ ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിലായിരിക്കും 100% ശരി എന്ന് വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ. ഇനി നോക്കൂ നിങ്ങൾ, അവർക്ക് നമസ്കാരം നിർവഹിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ പോലും, അവരുടെ ആർത്തവ സമയത്ത് പോലും അവർക്ക് നഷ്ടപ്പെട്ട നമസ്കാരം പിന്നെ നിർവഹിക്കണ്ട, അവർക്ക് നഷ്ടപ്പെട്ട നോമ്പ് പിന്നെ നോറ്റു വീട്ടണം. എന്നാൽ ഇബാദത്തിൻ്റെ ഫളില് നോക്കുമ്പോൾ നോമ്പിനേക്കാളും ഫളില് നിസ്കാരത്തിനാണ് താനും. എന്താ അങ്ങനെ? അല്ലാഹുവിന്റെ റസൂല് വഹീ സഹിതം അങ്ങനെയാ പഠിപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനെ. മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാണ്, ഒരു സ്ത്രീ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട നമസ്കാരം ഞങ്ങൾ നിർവഹിക്കണ്ട, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട നോമ്പ് ഞങ്ങൾ നോറ്റുവിട്ടണം, എന്താ അങ്ങനെ? ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു, ഹറൂറിയത്തുൻ അൻതി. ഹറൂരികൾ എന്ന് പറഞ്ഞാൽ ഷിയാക്കളിൽ നിന്ന് പഴച്ചു പോയൊരു കക്ഷികളാണ്, ഖവാരിജികളിൽപ്പെട്ട ഒരു വിഭാഗമാണ്. പ്രമാണങ്ങളെ ചോദ്യം ചെയ്ത് തള്ളുന്ന ആളുകളാണ്. എന്താ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ആളായി മാറിയോ? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാ പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നല്ല, ചോദിച്ചു പഠിക്കണം എന്നാണ് ഈ ആയത്തിൻ്റെ അവസാന ഭാഗം. ഇൻഷാ അല്ലാഹ് നമ്മൾ തുടർന്ന് അതാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടേതായ രൂപത്തിൽ ചില കാര്യങ്ങൾ, വിധികൾ നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നർത്ഥം. ഇനി നോക്കൂ, അപ്പോൾ പുരുഷന്മാരാണ് പ്രവാചകന്മാരായി വരാൻ ഏറ്റവും യോഗ്യരും കഴിവുള്ളവരും. എല്ലായിടത്തും ഓടാനും ചാടാനും പോകാനും യാത്ര ചെയ്യാനും ആളുകളെ ബോധ്യപ്പെടുത്താനും ഒക്കെ സ്ത്രീകളെക്കാളും പക്വതയുള്ള ശക്തിയുള്ള ആളുകൾ പുരുഷന്മാരാണ്. ഇനി എന്തുകൊണ്ട് മലക്കുകളെ പറഞ്ഞയച്ചില്ല? ഇവിടെ പുരുഷന്മാരെ ആയത് എന്തുകൊണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി എന്തുകൊണ്ട് മനുഷ്യന്മാരെ തന്നെ പറഞ്ഞയച്ചു? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 95-ാമത്തെ ആയത്തിൽ, ഖുൽ നബിയേ അങ്ങ് പറഞ്ഞേക്ക്, ലൗ കാന ഫിൽ അർളി മലായിക യംശൂന മുത്മഇന്നീൻ. ശാന്തമായി നടന്നു പോകുന്ന മലക്കുകളാണ് ഈ ഭൂമി ലോകത്തുണ്ടായിരുന്നതെങ്കിൽ ലനസ്സൽനാ അലൈഹിം മിനസ്സമാഇ മലക്കർ റസൂലാ, ആകാശത്ത് നിന്ന് അവർക്ക് മലക്കുകളെ പ്രവാചകനായി പറഞ്ഞയക്കുമായിരുന്നു. മനുഷ്യരെ കാര്യങ്ങൾ പഠിപ്പിക്കാം, മനുഷ്യർ തന്നെയാണ് ഏറ്റവും നല്ലത്. മനുഷ്യൻ്റെ വിഷമം അറിയുന്ന, ദാഹിക്കും വിശപ്പും ഭക്ഷണം കഴിക്കലില്ലാത്ത, വിവാഹം കഴിക്കാത്ത, ആണാ പെണ്ണ എന്നൊന്നും വിവേചനമില്ലാത്ത മലക്കുകൾ വന്നിട്ട് ആണുങ്ങൾ ഇങ്ങനെ ചെയ്യണം, പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉൾക്കൊള്ളാൻ തോന്നുന്നു നമുക്ക്? മനസ്സിലാവുണ്ടോ പറയണേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് മനുഷ്യരെ പ്രവാചകന്മാരായി പറഞ്ഞയക്കുന്നത് മനുഷ്യന്റെ അവസ്ഥകൾ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. തിന്നുന്ന, കുടിക്കുന്ന, ദാഹിക്കുന്ന, വിശക്കുന്ന, ഉറങ്ങുന്ന, മലമൂത്ര വിസർജനം നടത്തുന്ന, ക്ഷീണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു പ്രവാചകൻ. എന്നിട്ട് ആ ദുർബലാവസ്ഥയിലും എങ്ങനെ പിടിച്ചു നിൽക്കണം എന്ന് കാണിച്ചു കൊടുക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മലക്കുകളായിരുന്നുവെങ്കിൽ മലക്കുകളെ പ്രവാചകനായി അയക്കുമായിരുന്നു. നിങ്ങൾ മനുഷ്യരായതുകൊണ്ടാണ് മനുഷ്യരെ നാം പ്രവാചകനായി അയച്ചത് എന്ന് സൂറത്തുൽ ഇസ്രായിലെ 95-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ആയത്തിൻ്റെ അവസാനത്തെ ഭാഗം നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൻ നഹ്ലിലെ 43-ലെ ആയത്തിലും അവസാനത്തെ ഭാഗം അതേപോലെ തന്നെയാണ്. എന്താണ്? ഫസ്അലൂ അഹ്ലൽ ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. വാക്ക് നോക്കുക, ഫസ്അലൂ, നിങ്ങൾ ചോദിച്ചറിയുവിൻ, അഹ്ലൽ ദിക്ർ, അറിവുള്ളവരോട്, ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ, അറിയാത്തവരാണെങ്കിൽ അറിയുന്നവരോട് ചോദിക്കിൻ എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അത് വല്ലാത്തൊരു ഉപദേശമാണ്. അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിക്കണം. അഹ്ലു ദിക്ർ, ഉത്ബോധനത്തിൻ്റെ ആളെന്നോ അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ ആളെന്നോ അല്ലെങ്കിൽ സ്മരണയുടെ ആള് എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. ദിക്റിൻ്റെ ആളുകൾ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ ഉദ്ദേശിക്കുന്ന ദിക്ർ എന്നത് അൽ ഖുർആൻ ആണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ.
ഖുർആന്റെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ ആയത്താണ്. അപ്പോൾ 15-9 അള്ളാഹ് പറഞ്ഞ ആ ദിക്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം അൽബാനി റഹ്മഹുല്ല പറയാണ്, ഖാല തആല ഫസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ അഹ്ലു ദിക്ർ ഹും അഹ്ലുൽ ഖുർആൻ. അഹ്ലു ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ പഠിച്ച ആളുകൾ എന്നാണ്. കമാ ജാഅ ഫി ഖൗലിഹി തആല ഫിൽ ഖുർആനി ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതായത് ഇസ്അലു അഹ്ലൽ ഇൽമി, അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കിൻ. അപ്പോൾ മുമ്പ് വന്ന ആളുകളിലേക്ക് ഉണ്ടായിരുന്ന വേദഗ്രന്ഥം ഏതാ? ഒന്നുകിൽ തൗറാത്ത് അല്ലെങ്കിൽ ഇഞ്ചീൽ. അതൊക്കെ പഠിച്ച ആളുകൾ ഉണ്ടാവും അവരുടെ കൂട്ടത്തിൽ. അവരോടൊന്ന് ചോദിച്ചു നോക്ക്, അവരിലേക്ക് വന്നത് മലക്കാണോ മനുഷ്യനാണോ? പറയുന്നത് മനസ്സിലാണില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഫസ്സിറുകൾ പറഞ്ഞു, ഇസ്അലു അഹ്ലൽ ഇൽമി മിനൽ ഉമമി കൽ യഹൂദി വൻ നസാറ വസായിരി തവായിഫി. മുമ്പ് കഴിഞ്ഞു പോയ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും മറ്റു തലമുറകളോടും വിഭാഗങ്ങളോടും നിങ്ങൾ ചോദിച്ചു നോക്കിൻ, ഹൽ കാനുർ റുസുലുല്ലദീന അതൗഹും ബശറൻ ഔ മലായിക. അവരിലേക്കൊക്കെ വന്ന പ്രവാചകന്മാര് മനുഷ്യനായിരുന്നോ അതോ മലക്കുകളായിരുന്നോ? ഇന്നമാ കാനു ബശറ. ഇതൊക്കെ തഫ്സീർന്ന് വായിക്കാണ് ഞാൻ, ഖുർആന്റെ വിശദീകരണ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കാണ്. ഇന്നമാ കാനു ബശറ, അവരൊക്കെ മനുഷ്യരായിരുന്നു. വദാലിക മിൻ തമാമി നിഅമില്ലാഹി അലാ ഖൽഖിഹി, അതൊക്കെ സൃഷ്ടികളോട് അല്ലാഹ് ചെയ്ത അനുഗ്രഹത്തിന്റെ പൂർണ്ണതയുമാണ്. ഇദ് ബഅസ ഫീഹിം റുസുലൻ മിൻഹും യതമക്കനൂന മിൻ തനാവുലിൽ ബലാഗി മിൻഹും വല്ലഖദി അൻഹും. അവരിൽ നിന്ന് തന്നെ ദൂതന്മാരെ നിയോഗിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു പോരുക. അത് അല്ലാഹ് ചെയ്ത അനുഗ്രഹമാണ്. സഹോദരങ്ങളെ, അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നതിനെ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് മടി കൂടാതെ ദീനീ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ധൈര്യം കാണിച്ച ഒരു വിഭാഗമായിരുന്നു അൻസ്വാറുകളിലെ സ്ത്രീകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് ദീൻ ചോദിച്ചറിയാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും, സ്ത്രീ സഹജമായ നിയമങ്ങൾ പോലും അവർ ചോദിക്കുമായിരുന്നു. ഇത് കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവരെ കുറിച്ച് പറയാണ്, ഖാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ നിഅമൻ നിസാഉ നിസാഉൽ അൻസ്വാർ. ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു പുരുഷനോട് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ അപ്പം നമ്മൾ വിചാരിക്കുക എന്താ, ഒരു ലജ്ജല്ലാത്തോള് അല്ലേ, എന്താ പോളെ കഥ, ഇങ്ങനെയൊക്കെയാണ് പറയാ, ഒരു മടിയില്ല. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പൊക്കി പറയാണ്, അഭിനന്ദിക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. നിഅമൻ നിസാഉ നിസാഉൽ അൻസ്വാർ, അൻസ്വാരികളെ സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ്. ലം യകുൻ യംനഉഹുന്നൽ ഹയാ, അവർക്ക് ലജ്ജ തടസ്സമായിട്ടില്ല. അയസ്അൽന അനിദ്ദീൻ, ദീനിനെ കുറിച്ച് ചോദിച്ചറിയാൻ, വയതഫഖഹന ഫീഹി, ആ ദീനിൽ അവഗാഹ ജ്ഞാനം നേടാൻ, ദീന് ചോദിച്ചറിയാനും ദീനിൽ നന്നായി പഠിക്കാനും ലജ്ജ അവർക്കൊരു തടസ്സമില്ല. എന്ത് നല്ലൊരു സ്ത്രീകളാ. പക്ഷെ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ നേരിട്ടൊരു പുരുഷനോട് ഒരു സ്ത്രീ ചോദിക്കുന്നതിലേറെ നല്ലത് ആ സ്ത്രീക്ക് ഒരു ഭർത്താവ്, ഒരു ഉപ്പ, ഒരു മകന്, ഒരു സഹോദരനൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അവരാണ് ചോദിക്കലാണ്. അതാണ് സൂക്ഷ്മത, അതാണ് വേറെ തിന്മകളിലേക്ക് പോകാതിരിക്കാൻ ഏറ്റവും നല്ലത്. അതൊക്കെ പരിഗണിക്കണം. പക്ഷേ ഒരു അറിയാത്തൊരു കാര്യം ചോദിച്ചറിയാൻ ലജ്ജ പാടില്ല എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി മാ നസ്സലത്ത് ആയത്തുൻ അല്ലെങ്കിൽ മാ നുസിലത്ത് ആയത്തുൻ ഇല്ലാ വഖദ് അലിംതു ഫീമാ ഉൻസിലത്ത്. ഖുർആനിൽ ഒരായത്തുമില്ല ഏത് വിഷയത്തിലാണ് ആ ആയത്ത് ഇറങ്ങിയത് എന്ന് എനിക്കറിയാതെ. എന്നിട്ട് അദ്ദേഹം അതിനൊരു കാരണം പറയുന്നുണ്ട്, ഐന ഉൻസിലത്ത്, എവിടെ ഇറങ്ങിയെന്നും അറിയാതെ. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, വഹബിലി, എനിക്ക് ദാനമായി തന്നിട്ടുണ്ട്, ഖൽബൻ അഖൂല വലിസാൻ സഊല, ചോദിച്ചറിയണ ഒരു നാവും ഗ്രഹിച്ചു വെക്കാനുള്ള ഒരു ഹൃദയവും പടച്ചു എനിക്ക് തന്നു. മനസ്സിലാവുണ്ടോ പറയണേ? കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാനും പഠിച്ചത് മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹ് എനിക്ക് തന്നു. ആര് പറയാ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാ. അതാ ഞമ്മക്കൊക്കെ വേണ്ടത്. ചോദിക്കാനുള്ളൊരു നാവും വേണം, എന്നിട്ട് ഉത്തരം കിട്ടുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു ഹൃദയവും വേണം. കളിയാക്കാനല്ല, അറിയാൻ ചോദിച്ച് അറിഞ്ഞത് പകർത്താനുള്ള മനസ്സ്, അത് മനഃപ്പാടമാക്കാനുള്ള ഗ്രാഹ്യശേഷി, അതൊക്കെ ഉള്ളവനാണ്
ദീനിൽ എവിടെയും എത്താൻ കഴിയുള്ളൂ. മതം പഠിക്കുക എന്ന് പറഞ്ഞാൽ ചോദിച്ച് പഠിക്കുക എന്ന സഹോദരങ്ങളെ അതിൻ്റെ അർത്ഥം. ഒരു കാര്യം അറിയൂ നിങ്ങൾക്ക്, ഒരു ഗ്രന്ഥം 280-ലധികം പേജുള്ള ഒരു പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? അസ്വഹാബിയു യസ്അൽ വന്നബിയു യുജീബ്. സ്വഹാബി ചോദിക്കുന്നു, റസൂലുള്ള മറുപടി പറയുന്നു. ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ്. 100 കണക്കിന് സ്വഹാബികൾ ചോദിച്ച ചോദ്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത ഉത്തരങ്ങളുമാണ് പ്രസ്തുത ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിനു വേണ്ടി ഒന്നുകൂടി അതിലെ ചോദ്യങ്ങൾ മാത്രം ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കി. രസകരമായ ചോദ്യങ്ങൾ, ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന ചോദ്യങ്ങൾ, ചിരിപ്പിക്കുന്ന ചോദ്യങ്ങൾ, കരയിപ്പിക്കുന്ന ചോദ്യങ്ങൾ. സ്വഹാബികൾ ഇങ്ങനെ ചോദിക്കുക, റസൂലുള്ള ഇങ്ങനെ മറുപടി കൊടുക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ച് പഠിച്ചിട്ടാണ് സ്വഹാബികൾ പണ്ഡിതന്മാരായത്. അങ്ങനെയാണ് അവർ ഇത് വരും തലമുറക്ക് കൈമാറിയത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ബിമ അദ്റക്തൽ ഇൽം. ആരാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? അതൊന്നും ഇപ്പോൾ ക്ലാസ്സിൽ വിശദീകരിക്കണില്ല. ബഹറാണ്, ഇൽമിന്റെ ബഹർ, തഫ്സീറുകളുടെ പിതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വിധേയനായവൻ. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ, അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ എന്ന പ്രാർത്ഥനകൾക്ക് വിധേയനായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കാണ്, ബിമ അദ്റക്തൽ ഇൽമ, എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ അറിവുണ്ടായത്? ഖാല, അദ്ദേഹം പറഞ്ഞു, ബിലിസാനിൻ സഊൽ വഖൽബിൻ അഖൂൽ. എങ്ങനെ ഉണ്ടായത്? എനിക്ക് ചോദിച്ചറിയുന്ന ഒരു നാവുണ്ട്, ഗ്രഹിച്ചു വെക്കാൻ ബുദ്ധിയുള്ള ഒരു ഹൃദയവുമുണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ചില റിവായത്തുകളിൽ നമുക്ക് കാണാം, അദ്ദേഹം പറഞ്ഞു, ചോദിച്ചറിയാനുള്ള നാവും ഗ്രഹിച്ചു വെക്കാനുള്ള ഹൃദയവും മടുപ്പില്ലാത്ത ശരീരവുമുണ്ട്. ചോദിക്കാനുള്ള മനസ്സുണ്ട്, നാവുണ്ട്, എന്നിട്ടത് പഠിച്ചു വെക്കാനുള്ള ഹൃദയമുണ്ട്, അത് പ്രവർത്തിക്കാനുള്ള മടുപ്പ് തോന്നാത്ത ശരീരവുമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, സിയാദത്തുൽ ഇൽമി അൽ ഇബ്തിഗാ, അറിവ് കൂടുതൽ കിട്ടണമെങ്കിൽ അങ്ങേയറ്റത്തെ ആഗ്രഹം വേണം. വദർകുൽ ഇൽമി അസ്സുആൽ, അത് പഠിച്ചെടുക്കണമെങ്കിൽ ചോദിച്ചറിയണം. എങ്ങനെ പഠിച്ചറിയണമെങ്കിൽ, ഒരു ദീന് പഠിക്കണമെങ്കിൽ ചോദിക്കാനുള്ളൊരു മനസ്സ് വേണം. എവിടെ ഒന്നും ചോദിക്കാത്തവന് ഒന്നും കിട്ടൂല. കാരണം പറയാൻ ഉദ്ദേശിച്ച ആള് പറയാൻ ഉദ്ദേശിച്ചതാണ് പറയും. അതിൻ്റെ അപ്പുറത്തേക്ക് ആളുകളോട് ചോദിച്ച് പഠിക്കാനുള്ള ഒരു മനസ്സാണ് മുഅ്മിനീങ്ങളെ എനിക്കും ഇങ്ങക്കും വേണ്ടത്. കാരണം അങ്ങനെ ചോദിക്കാത്തതിൻ്റെ പേരിലുണ്ടായ ഒരു അപകടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖറജ്നാ ഫീ സഫരിൻ, ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു. ഫഅസാബ റജുലൻ മിന്ന ഹജറുൻ ഫശജ്ജഹു ഫീ റഅസി, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളുടെ സ്വഹാബിയുടെ തലയിൽ കല്ലുകൊണ്ട് മുറിവുണ്ടായി, കല്ല് തട്ടിയിട്ട് മുറിവായി. അദ്ദേഹത്തിന് പിന്നീട് കുളി നിർബന്ധമാവുകയും അതിനെക്കുറിച്ച് ആളുകളോട് ചോദിക്കുകയും ചെയ്തു. ഹൽ തജിദൂന ലീ റുഖ്സതൻ ഫി തയമ്മുമി, തലയിൽ മുറിവാണ്, ഞാൻ കുളിച്ചാൽ അതിനിക്ക് ഇളവുണ്ടാകുമോ? അല്ല, എനിക്ക് തയമ്മും ചെയ്യാൻ ഇളവുണ്ടോ? കുളിക്കുന്നതിന് പകരം ഞാൻ തയമ്മും ചെയ്താൽ മതിയാകുമോ? ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, മാ നജിദു ലക റുഖ്സതൻ വഅൻത തഖ്ദിറു അലൽ മാഇ, നിനക്ക് അങ്ങനെ ഒരു ഇളവുള്ളതായി ഞങ്ങൾക്ക് തോന്നണില്ല. ഇങ്ങനെ ഒരു മുറിവാകുമ്പോഴേക്ക് കുളിക്കുന്നതിന് പകരം തയമ്മും ചെയ്യാൻ പറ്റൂല. വഅൻത തഖ്ദിറു അലൽ മാ, അനക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ഫഗ്തസല ഫമാത, അദ്ദേഹം കുളിക്കുകയും ഈ മുറിവിൽ വെള്ളമായി പ്രയാസമുണ്ടായി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഫലമ്മ ഖദിംന അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ മദീനയിലെത്തുന്നത്. മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യമൊക്കെ അഖ്ബറ ബിദാലിക വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, ഖതലൂഹു, അവർ അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത്, മരിക്കല്ല.
അദ്ദേഹം മരിച്ചിരിക്കല്ല, അദ്ദേഹത്തെ ഇവരൊക്കെ കൂടി കൊന്നിരിക്കുക. ഖതലഹുമുള്ള, അള്ളാന്റെ കോപമാ അവർക്കുണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞൊരു വാചകം, ഇന്നത്തെ ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്നതിനുള്ള തെളിവെന്നോണം നമ്മൾ പഠിച്ചു വെക്കണം. ഫഇന്നമശ്ശിഫാ അൽഇയ്യി അസ്സുആൽ. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി പറയാ, അലാ സഅലു ഇദാ ലം യഅലമു, അവർക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് പറഞ്ഞുകൂടാന്നോ. ഫഇന്നമാ ശിഫാഉൽ ഇയ്യി അസ്സുആൽ, അജ്ഞതക്കുള്ള മരുന്ന് ചോദിക്കലാണ്. എല്ലാവർക്കും എല്ലാ അറിവൊന്നും ഉണ്ടാവൂല, പക്ഷെ അറിവുണ്ടാവൂലെങ്കിൽ അതിനുള്ള മരുന്നെന്താ? ചോദിച്ച് പഠിക്കണം. എല്ലാവർക്കും ജന്മന എല്ലാ കാര്യവും അറിയൊന്നുമില്ല, പക്ഷെ അറിയാത്തതിനുള്ള മരുന്ന്, അറിയില്ല എന്നുള്ളതൊരു രോഗമാണ്. ജഹ്ല് ഒരു രോഗമാണ്, അറിവില്ലായ്മ ഒരു രോഗമാണ്. അതിനുള്ള ചികിത്സ എന്താ? ചോദിച്ചു പഠിക്കലാണ് എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് ഹുക്മ് പഠിപ്പിച്ചു കൊടുക്കുക, ഇന്നമാക്കാൻ യക്ഫീഹി അയ്യതയമ്മമ വയസിറ ഔ യസിബ അലാ ജുർഹത്തി ഖർഫക. അദ്ദേഹത്തിന് ആ മുറിവുള്ള ഭാഗത്ത് നല്ലൊരു തുണിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് രക്തം പോരാത്ത രൂപത്തിൽ വെച്ചിട്ട് സുമ യംസഹു അലൈഹ, അവിടെ ഒന്ന് തടവിയ മതിയായിരുന്നു. വയഗ്സിലു സായിറ ജസദിഹി, ബാക്കിയുള്ള ഭാഗത്ത് വെള്ളം ഒഴിച്ച് കുളിച്ചാൽ മതിയായിരുന്നു. അത് അറിയണതിന് മുമ്പ് നിങ്ങൾ ഫത്വ എടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശാസിക്കുന്ന ഹദീസ് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിയാത്തതുണ്ടെങ്കിൽ അറിയണവരോട് ചോദിക്കുക. നമ്മളെ വക എന്നാലും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് തോന്നാൻ പാടില്ല. ദീനിൽ ഞാൻ പഠിച്ചത് ഇങ്ങനെയാണെന്ന് പറയാം, നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇനി കൂടുതൽ പഠിക്കണം എന്നൊക്കെ പറയാം, അത് വേറെ വിഷയം. അല്ലാഹു അഅലം എന്നും പറയണം. അതല്ലാതെ നമ്മുടെ വക ദീനിന്റെ വിഷയം പറയാൻ പാടില്ല എന്നർത്ഥം. ഞാൻ ഈ പറഞ്ഞ ഗ്രന്ഥത്തിൽ എന്തെല്ലാം ചോദ്യങ്ങൾ, അയ്യു എന്ന് വെച്ച് തന്നെ ധാരാളം ചോദ്യങ്ങൾ സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ട്. അയ്യുൽ അഅമാലി അഫ്ളൽ, അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാ. വേറൊരു ഗ്രന്ഥമുണ്ട്, എന്താ അറിയോ? അൻ-നബിയ്യു യസ്അൽ വസ്സഹാബിയു യുജീബ്. റസൂലുള്ള ചോദിക്കുന്നു, സ്വഹാബി മറുപടി പറയുന്നു. ചിന്തിപ്പിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചോദിക്കും, ഓല് മറുപടി പറയും. അപ്പോൾ റസൂലുള്ള ശരിയാണെങ്കിൽ ഞാൻ പറയും, അല്ലെങ്കിൽ തിരുത്തി കൊടുക്കും. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പഠിച്ചിട്ടാണ് ഇവിടെ ദീൻ ഉണ്ടായത്. അതുകൊണ്ട് ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്ന ചിന്ത വിശ്വാസികളെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാ, എന്നിട്ട് അറിയുന്നവരോട് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. നിസ്ഫുൽ ഇൽമി ലാ അദ്രി, എനിക്ക് അറിയില്ല എന്ന് പറയാനുള്ള അറിവ് തന്നെ അറിവിന്റെ പകുതിയാ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാ, എന്നിട്ട് ചോദിച്ച് പഠിക്കുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നോക്ക് നിങ്ങൾ, ഈ ഇസ്ലാമിക ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഇപ്പോഴും ദീനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏറ്റവും നല്ലൊരു, നമുക്ക് ചോദ്യോത്തരങ്ങളൊക്കെ നോക്കാൻ പറ്റിയ, ദീനിന്റെ മസലകളൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റിയ ഒരു സൈറ്റാണ് അൽ ഇസ്ലാം സുആൽ വൽ ജവാബ്. അസ്സുആലു വൽ ജവാബ് ഇംഗ്ലീഷിലുണ്ട് അതിൻ്റെ. ഇസ്ലാം QA, ഇസ്ലാം ക്വസ്റ്റ്യൻ ആൻസർ. മുഹമ്മദ് സ്വാലിഹ് അൽ മുനജ്ജിദ് ഹഫിളഹുല്ല, ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെയും ഒക്കെ ശിഷ്യനാണ് അദ്ദേഹം, ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിന് നിസ്ഫു ദഖീഖ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അര മിനിറ്റ് കൊണ്ട് പറയുന്ന ക്ലിപ്പുകൾ, മിനിറ്റ്, നിസ്ഫു ദഖീഖ, ഒരു മിനിറ്റിന്റെ പകുതി. ഈ ഇസ്ലാം അസ്സുആൽ വൽ ജവാബിൽ നമ്മൾ ഇന്ന് സാധാരണ ചോദിക്കുന്ന മിക്ക ചോദ്യങ്ങളും ചോദിച്ചിട്ട് അതിനുള്ള മറുപടികൾ ഇങ്ങനെ ഉണ്ടാവും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കറിയാത്തത് ചോദിച്ചറിയുക എന്നതാണ് ഒരു വിശ്വാസിക്ക് ചെയ്യാനുള്ളത്. അതാണ് ഇന്നത്തെ നമ്മുടെ ആയത്ത്. ഒന്നുകൂടി ആയത്ത് നോക്കിയാൽ മതി. വമാ അർസൽന, നാം അയച്ചിട്ടില്ല, ഖബലക, താങ്കൾക്ക് മുമ്പ്, ഇല്ലാ റിജാലൻ, പുരുഷന്മാരെ അല്ലാതെ ദൂതന്മാരായി നാം അയച്ചിട്ടില്ല. നൂഹി ഇലൈഹിം, അവർക്ക് നാം ബോധനം നൽകുന്നു. ഫസ്അലു അഹ്ലദ്ദിക്ർ, നിങ്ങൾ ഈ കാര്യം അറിയുന്നവരോട് ചോദിക്കൂ. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നന്നായി പഠിക്കുക. ഓരോ ആയത്തും വിശദമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൂടുതൽ ആയത്തുകൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാത്തത്. ഇൻഷാ അല്ലാഹ് തുടക്കത്തിൽ ഇങ്ങനെയാണ് പോയാൽ
പിന്നെ നമുക്ക് 2, 3, 4, 5 ആയത്ത് വരെ സ്പീഡിൽ പോകാൻ പറ്റും. കാരണം പിന്നെ ഇതേ വാക്കുകളും ഇതേ ആശയവും ഒക്കെ ആവർത്തിച്ചു വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ ആഴത്തിൽ പഠിക്കാനും പഠിച്ചത് പ്രാവർത്തികമാക്കാനും അറിയാത്തത് ചോദിച്ചു പഠിക്കാനുമുള്ള മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.